ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ അതിരാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഒരു ഫ്ലവറും കൂടി ഇതിൽ വിരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇപ്പോൾ എനിക്ക് തോട്ടവാഴ എന്ന് പറയാൻ തന്നെ ഒരു മടിയായിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു പേര് പറയണമല്ലോ. അപ്പോൾ തോട്ടവാഴ തന്നെയാണ് കേട്ടോ എൻ്റെ ഭാഷ, ഈ പറഞ്ഞ തോട്ടവാഴ. ഇതിലിനി 7 മുട്ടകളും കൂടി കാണുന്നുണ്ടേ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, 7 ദിവസം ഇവൾക്ക് ഇതന്നെ ഉണ്ടാവുള്ളൂ വീഡിയോയിൽ എന്നുള്ളത്. ഈ പൂവിൻ്റെ പേര് അറിയാവുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇത് ശരിക്കും വിരിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വൈറ്റ് ഫ്ലവർ വിരിയാനുണ്ടേ. പിന്നെ ഡബിൾ പെറ്റൽസിൻ്റെ പോപ്പി, അതിങ്ങനെ മുട്ടിട്ടോണം, പൂ വിരിഞ്ഞോണം, പൂ കൊഴിഞ്ഞു പോയോണം ഒക്കെ അങ്ങനെ ഉണ്ട്. ലീഫിന് താഴേക്കായിട്ടാണ് ഇപ്പോൾ ഇത് വിരിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ അത് ശരിക്ക് ഫ്ലവർ കാണാൻ പറ്റുന്നില്ല. ഇവളില്ലാത്ത എന്ത് വീഡിയോ എനിക്ക്, അത്രയ്ക്ക് ഭംഗിയല്ലേ ഇതിങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ. അടിപൊളിയാണ്, എനിക്ക് പറയാൻ വാക്കുകളില്ല. റോസിൻ്റെ പൂട്ട ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാനായിട്ടോ, ഒത്തിരി കമ്പുകൾ വെട്ടി ഒഴിവാക്കാനായിട്ടുണ്ട്. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെട്ടി ഒഴിവാക്കിയിട്ടില്ല. അത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ താഴേന്ന് വേഗം മുകുളങ്ങൾ പുതിയതായിട്ടുണ്ടാകും. അതിന് മുമ്പായിട്ട് വെട്ടണം. എന്തായാലും ഒന്ന് വൈകുന്നേരം വന്നിട്ട് ഒക്കെ ക്ലിയർ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് എൻ്റെ പൂന്തോട്ടത്തിൽ കൂടുതലായിട്ടും പോപ്പികൾ തന്നെയാണ് കേട്ടോ ഹൈലൈറ്റ്. എനിക്കിഷ്ടപ്പെട്ട പോപ്പി ഇതാണ്. പക്ഷേ അതിൻ്റെ ഒറിജിനൽ കളർ ഇതിൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ അധികവും ഇത് ഉൾപ്പെടുത്താറില്ല വീഡിയോയിലൊന്നും. ഇത് നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ, മെറൂണല്ല, റെഡ് കളറാണ്. വാൾസം ചെടിയിലും ഇതേ പൂ വിരിയുന്ന തൈ എൻ്റെ കയ്യിലുണ്ട്. മുറ്റത്തെ എല്ലാ ഐറ്റംസ് പൂക്കളുണ്ടാകുന്നത് അതൊരു ഭംഗി വേറെ തന്നെയാണല്ലേ. ഇവിടെ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് ഞാൻ ഇന്നാണ് ഇതിമ മുട്ടിട്ട് കാണുന്നത് കേട്ടോ. ഇത് ഒരു റോസ് കളറാണ്. പൂവിടാത്ത ഒത്തിരി പോപ്പി ഉണ്ട് തന്നില്ല. ഇപ്പം ഞാൻ തൊട്ടുകൊണ്ടിരിക്കുന്നത് ഓറഞ്ച് കളറാണ് കേട്ടോ. ഞാൻ ഇതുവരെ കാണിച്ചു തന്ന ഓറഞ്ച് അല്ല, ഇത് വേറൊരു ഓറഞ്ച്. പിന്നെ ഞാൻ ഇന്നലെ കാണിച്ചു തന്ന പൊട്ടായിരുന്നേ. ഇത് പുഴുക്കൾ നിന്ന് ഇങ്ങനെയായി. ഇതിങ്ങനെ ശരിക്കും വിരിയോ എന്നുള്ളത് കണ്ടറിയാം. സങ്കടം കേട്ടോ ഇങ്ങനെ പുഴുക്കളൊക്കെ വന്ന് തിന്നുമ്പോൾ. നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ അപ്പോഴൊന്നും പുഴുക്കളെ ഒന്നും കാണില്ല. എപ്പോഴാണ് പുഴുക്കൾ വന്നത് തിന്നുന്നെന്ന് പറയാനേ പറ്റില്ല. കാരണം 24 മണിക്കൂർ എന്ന പോലെ ഞാൻ അതിൻ്റെ മുരട് പോയിരിക്കുന്നുണ്ട്. രാത്രി പോലും ഞാൻ എടുക്കിട്ട് ഞാൻ ചെടികളുടെ അടുത്ത് പോകും. അതിങ്ങനെ എന്തോ അവർ പിടിച്ച് വലിക്കുന്ന പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ പൂവിൻ്റെ വെയിറ്റ് കാരണം ആ കമ്പ് കിടപ്പിലായിട്ടോ. ഇനി ഇതിനൊരു സപ്പോർട്ട് കൊടുത്താലേ ഇത് നിവരുള്ളൂ. പിന്നെ ഇന്നലെ ഞാൻ ഈ കാശിത്തുമ്പ കാണിച്ചു തന്നിട്ടില്ല കേട്ടോ. കാരണം എന്നും കാണിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബോറായിട്ട് തോന്നും. ഇന്ന് ഞാൻ ഇതിൻ്റെ വിത്തുകളൊക്കെ ശേഖരിക്കാമെന്ന് തോന്നി. പക്ഷേ ഈ വിത്ത് എൻ്റെ കയ്യിൽ നിന്ന് എന്താകണമെന്നുള്ളത് നിങ്ങൾ കണ്ടോളിട്ടോ. കാരണം എനിക്കിത് കിട്ടണം. നിങ്ങൾ സെയിലുണ്ടോ വെച്ചപ്പോൾ ഞാൻ സെയിലില്ല എന്ന് പറയല്ലേ. അതുകൊണ്ടായിരിക്കും ഞാൻ ഈ വിത്ത് ശേഖരിക്കുന്ന ടൈമിൽ. ഇനി എന്താന്ന് നിങ്ങളെന്നെ കണ്ടറിഞ്ഞോളിട്ടോ. കണ്ടില്ലേ, ഇതാണ് സംഭവിച്ചത്. എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി ചിതറിപ്പോയി. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ സബ് ചെയ്തവരൊക്കെ ഈ വീഡിയോക്ക് താഴെ സബ്ബെന്ന് എഴുതുമോ. കാരണം സബ്ബില്ലാതെ ഒത്തിരി പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അതിലെനിക്ക് പരാതിയൊന്നുമില്ല കേട്ടോ. അവർക്ക് വീഡിയോ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും സബ്ബ് തരാത്തത്. എന്നാലും സബ്ബ് ചെയ്തവരെ ഒന്ന് താഴെ സബ്ബെന്ന് എഴുതുമോ, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ.